ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എസ് മീഡിയയുടെ ഈ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഐവറി കോസ്റ്റിന്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഐവറി കോസ്റ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹമീദ് ബാക്കിയാക്കോ. 55 വയസ്സാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഐവറി കോസ്റ്റിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഐവറി കോസ്റ്റിന്റെ പഴയ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, നിലവിലെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. 55 വയസ്സാണ്. ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റായ അലസാനെ ഒട്ടാരയാണ് അവിടുത്തെ പ്രസിഡന്റ്. ഈ പ്രസിഡന്റാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ പഴയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അമാഡോ ഗോൺ കാലിബാലിയാണ്. ജൂലൈ 8-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, അവിടെ ചാർജ് ആയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഐവറി കോസ്റ്റിന് പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു, അത് നിങ്ങൾ ഓർക്കുക. ഇനി ഐവറി കോസ്റ്റിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് യമുസുക്കാരയാണ്. ഐവറി കോസ്റ്റിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് ഐവറി കോസ്റ്റിന്റെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. നമുക്ക് ഐവറി കോസ്റ്റിന്റെ പ്രസിഡന്റ് ആരാണ്? അലസാനോ ഒട്ടാരോ. പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഹമീദ് ബാക്കിയാക്കോ. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എമുസാക്രയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറൻസി എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഐവറി കോസ്റ്റിന്റെ പുതിയ പ്രധാനമന്ത്രി ഹമീദ് ബാക്കിയാക്കോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പേടിഎം മണിയുടെ പുതിയ CEO. അപ്പോൾ പേടിഎം മണിയുടെ പുതിയ CEO എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് വരുൺ ശ്രീധർ ആണ്. അപ്പോൾ വരുൺ ശ്രീധറാണ് പേടിഎം മണിയുടെ പുതിയ CEO. അപ്പോൾ പഴയ CEO, നേരത്തെ ഉണ്ടായിരുന്ന CEOയും അതുപോലെ MD എന്ന് പറയുന്നത് പ്രവീൺ ജാദവ് ആണ് പഴയ CEO. അദ്ദേഹം റിസൈൻ ചെയ്ത ഒഴിവിലേക്കാണ് പേടിഎം മണിയുടെ പുതിയ CEO എന്ന് പറയുന്നത് വരുൺ ശ്രീധർ. ഇനി പേടിഎം മണിയെ പറ്റി പറയുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. അപ്പോൾ കർണാടക ബാംഗ്ലൂരിലാണ് പേടിഎം മണിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ചോദ്യം ഇതായിരുന്നു: പേടിഎം മണിയുടെ പുതിയ CEO ആരാണ്? വരുൺ ശ്രീധർ. അടുത്ത ചോദ്യം ഇതാണ്: ഫോക്ക് സംഗീതജ്ഞനും പത്മശ്രീ അവാർഡ് ജേതാവുമായ ആരാണ് ജൂലൈ 30 അന്തരിച്ചത്? അപ്പോൾ ഇന്ത്യയിലെ പത്മശ്രീ അവാർഡ് ജേതാവും അതുപോലെ ഒരു പ്രശസ്തനായ ഫോക്ക് സംഗീതജ്ഞനുമായിരുന്ന ഒരു വ്യക്തി ഈ ജൂലൈ മാസം 30 അന്തരിച്ചു. ആരാണ് അദ്ദേഹം എന്നാണ്? സോനം ടീഷറിംഗ് ലെപ്ചാണ്. 92 വയസ്സായിരുന്നു. ഇദ്ദേഹം പ്രശസ്തനായ സിക്കിമിലെ ഒരു ഫോക്ക് സംഗീതജ്ഞനായിരുന്നു. അതുപോലെ തന്നെ പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയാണ്. ഇദ്ദേഹം ഒരു ഫേമസ് ആയ ഒരു കമ്പോസറും ഒരു ലിറിക്സും കൂടിയാണ്. ഇദ്ദേഹം ജനിച്ചത് 1928 ജൂൺ 3-നാണ് ഇദ്ദേഹം ജനിച്ചത്. സോനം ടീഷറിംഗ് ലെപ്ചർ എവിടെയാണ് ജനിച്ചത്? ബോംഗ്ബസ്റ്റ് കാലിംപോങ്ങിലാണ് ജനിച്ചത്. ഇത് സിക്കിമാണ്. അതുപോലെ തന്നെ സിക്കിമിലെ ലെപ്ച കൾച്ചർ, സിക്കിമിലെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറാണ് ലെപ്ച എന്ന് പറയുന്നത്. ലെപ്ച കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ മുൻപിൽ നിന്ന ഒരു വ്യക്തിയാണ് സോനം ടീഷറിംഗ് എന്ന് പറയുന്നത്. സോനം ടീഷറിംഗ് അവരുടെ ലെപ്ച കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ മുൻപിൽ നിന്ന് 2007-ലാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2007 പത്മശ്രീ അവാർഡ് ലഭിച്ച പ്രശസ്തനായ ഫോക്ക് സംഗീതജ്ഞൻ, സിക്കിമിന്റെ ഫോക്ക് സംഗീതജ്ഞനാണ് ഈ ജൂലൈ 30 അന്തരിച്ചത്. ഇനി സിക്കിമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാംഗ്ടോക്ക് ആണ് അവിടുത്തെ ക്യാപിറ്റൽ. പ്രേം സിംഗ് തമാങ്ങയാണ് അവരുടെ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ്ങ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാംഗ്ടോക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 2020 ജൂലൈ 30 അന്തരിച്ച തായ്വാന്റെ മുൻ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ തായ്വാന്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം 97 വയസ്സായിരുന്നു. 97 വയസ്സുള്ള ഒരു മുൻ പ്രസിഡന്റ് അന്തരിച്ചു. അപ്പോൾ തായ്വാന്റെ മുൻ പ്രസിഡന്റിന്റെ പേരാണ് ലീ തെങ് ഹ്യൂയ് എന്നാണ് തായ്വാന്റെ മുൻ പ്രസിഡന്റിന്റെ പേര്. ഇദ്ദേഹം 2020 ജൂലൈ 30-നാണ് അന്തരിച്ചത്. അപ്പോൾ തായ്വാനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തായ്വാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തായ്പേയി ആണ്. അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് ടിസായ് ഇങ് വെൻ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തായ്പേയി ആണ്. അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ടിസായ് ഇങ് വെൻ ആണ്. അതുപോലെ അവിടുത്തെ കറൻസി ന്യൂ തായ്വാൻ ഡോളർ ആണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. ന്യൂ
തായ്വാൻ ഡോളറാണ് തായ്വാന്റെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, തായ്വാനിൽ അന്തരിച്ച മുൻ പ്രസിഡന്റ് 2020 ജൂലൈ. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ മറ്റു 3 കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം ശ്രദ്ധിച്ചു പഠിക്കുക. ഒന്ന്, ക്യാപിറ്റൽ തായ്പേയി ആണ്. ടിസായ് ഇങ് വെൻ ആണ് പ്രസിഡന്റ്. അതുപോലെ ന്യൂ തായ്വാൻ ഡോളറാണ് കറൻസി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വേൾഡ് റേഞ്ചർ ഡേ എന്നാണ്. വേൾഡ് ലോക വനപാലക ദിനം എന്നാണ്. ലോക വനപാലക ദിനം എന്ന് പറയുന്നത് ജൂലൈ 3-നാണ്. അപ്പോൾ ജൂലൈ 3-നാണ് വേൾഡ് റേഞ്ചർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, ഇത് ആചരിക്കുവാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ റേഞ്ചർ ഫെഡറേഷൻ ആണ്. IRF ആണ്, ഇന്റർനാഷണൽ റേഞ്ചർ ഫെഡറേഷൻ ആണ് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് റേഞ്ചർ ഡേ ജൂലൈ 3-നാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്കായി പ്രകൃതി സൗഹാർദ്ദ ഗ്രാമം ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ആനകൾക്ക് വേണ്ടി പ്രകൃതി സൗഹാർദ്ദ ഗ്രാമം ഒരുങ്ങുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടൂരിലാണ് ആനകൾക്ക് വേണ്ടിയുള്ള പ്രകൃതി സൗഹാർദ്ദ ഗ്രാമം ഒരുങ്ങുന്നത്.